ഹലോ, നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകളാണ് പഠിക്കാൻ പോകുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് യാത്രകൾ പോകാൻ ഇഷ്ടമാണോ? ആർക്കാണ് യാത്രകൾ പോകാൻ ഇഷ്ടമില്ലാത്തത് അല്ലേ? നമ്മളിപ്പം എൻ്റെ വീട് ഇപ്പോൾ കോഴിക്കോടുള്ളവരാണെങ്കിൽ നമ്മളൊരു ഞായറാഴ്ച സമയം കിട്ടിയാൽ ഒന്ന് ബീച്ചിൽ പോവും. ഇനി കുറച്ച് തണുപ്പൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഊട്ടിയിൽ പോവും, അല്ലെങ്കിൽ ഒന്ന് വയനാട് പോവും, കൊടൈക്കനാൽ പോവും. അപ്പം നല്ല എന്താ പറയുക, നമ്മൾ ഈ ചൂടുള്ള സമയത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും അല്ലേ മൈൻഡിനൊക്കെ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ചേട്ടനും ചേച്ചിയൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്നുള്ളവർ സ്ഥിരമായിട്ട് കോളേജ് ടൂർ പോകുന്നൊരു സ്ഥലമാണ് ഡൽഹി, മണാലി, ആഗ്ര, രാജസ്ഥാനൊക്കെ. നിങ്ങൾ മണാലി പോകുമ്പോൾ മണാലിയിലൊരു പിക്ചർ ഞാൻ കാണിക്കാം. ഇതാ, നല്ല മഞ്ഞാണല്ലേ. മഞ്ഞിന് കാരണം നല്ല തണുപ്പായിരിക്കും, കാരണം അത്രയും 15,000-20,000 അടി മുകളിലാണുള്ളത് നമ്മുടെ സീ ലെവലിൽ നിന്ന്. ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ കോഴിക്കോടുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ടെമ്പറേച്ചർ നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടാവും. 30 ഡിഗ്രി, 32 ഡിഗ്രി. ഇനി ചൂട് കാലത്തൊക്കെ പാലക്കാട് നിങ്ങൾ ന്യൂസിൽ കാണും 42 ഡിഗ്രി കൂടിയ താപനില സൂചിപ്പിച്ചു എന്നൊക്കെ. അപ്പം നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മണാലി പോലുള്ള സ്ഥലങ്ങൾ, ലഡാക്ക്, ശ്രീനഗർ, ഇവിടെയൊക്കെയുള്ള ടെമ്പറേച്ചറിനെ പറ്റിയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും -2 ഡിഗ്രി, -3 ഡിഗ്രി അല്ലേ? നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എന്താണ് ഈ -2, -3? നമ്മൾ 7ാം ക്ലാസ് വരെ പഠിച്ചത് എന്താ? എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5, അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് സീറോയോട് ഉൾപ്പെടുമ്പം 0 1 2 3 4 5 6 എക്സെട്രാ ഇൻഫിനിറ്റി വരെ പോകും. എന്നാൽ ഈ പാഠത്തിൽ നമ്മളൊരു പുതിയ സംഖ്യകളാണ് പഠിക്കാൻ പോകുന്നത്. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ എ ന്യൂ നമ്പേഴ്സ്. ഈ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സംഖ്യകൾ നിങ്ങൾ വേറെയും പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. എറണാകുളത്തുള്ള ആളുകൾ ലുലു മാൾ, ഇപ്പോൾ കോഴിക്കോട് ഒരു ലുലു മാൾ തുടങ്ങിയിട്ടുണ്ട്, ഹൈലൈറ്റ് മാൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ തലേന്നോ അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേന്നൊക്കെ നമ്മൾ ഹൈലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. നമ്മൾ കാർ എടുത്ത് പോകുന്ന സമയത്ത് ബേസ്മെൻറ്റ് 3യോ അല്ലെങ്കിൽ ബേസ്മെൻറ്റ് 2, -3, -2 ഒക്കെ ആണ് പാർക്കിംഗ് കിട്ടുക. അപ്പോൾ എന്താണ് ഈ -2, -3? ഇവിടെ മോളുകൾ എന്താ ഉദ്ദേശിക്കുന്നത്? 0 ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാവും അല്ലേ? ആ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും മോളിൻ്റെ എൻട്രൻസ്. നേരെ നമ്മൾ കയറുമ്പോൾ 2 വാതിൽ തുറന്ന് വരുന്നു, കുറേ ഷോപ്പുകൾ ഉണ്ടാവും, ലൂയിസ് ഫിലിപ്പി, അലൻസോളി, US പോളോ. പിന്നെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാവും. ഇത് 0 ഗ്രൗണ്ട് ഫ്ലോറാണേ. ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാവും, സെക്കൻഡ് ഫ്ലോർ ഉണ്ടാവും, തേർഡ് ഫ്ലോർ ഉണ്ടാവും. ഇപ്പം 3 ഫ്ലോറുള്ള മോളുകളിലാണ് 3rd ഫ്ലോറിൽ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് KFC, ചിക്കിങ്ങും പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഈ മോളുകളിൽ നമ്മൾ കാർ എടുത്ത് പോവുകയാണെങ്കിൽ അതേ പക്ഷവും കാർ പാർക്കിംഗ് ഉണ്ടാവുക ഒരു -1ലും -2 ആയിരിക്കും. നമ്മൾ ലിഫ്റ്റിൽ കാറിൽ നമ്മൾ മോളിൽ പോയി പാർക്ക് ചെയ്തു, നമ്മൾ ലിഫ്റ്റിൽ കയറി, നമുക്ക് 3rd ഫ്ലോറിൽ പോയിട്ട് ഒരു സിനിമ കാണണം. നമ്മൾ ലിഫ്റ്റ് കയറി നേരെ 3rd ഫ്ലോറിൽ ക്ലിക്ക് ചെയ്തു, ലിഫ്റ്റ് മുകളിലേക്ക് പോയി, 3rd ഫ്ലോറിലെത്തി, സിനിമയ്ക്ക് കയറി, കണ്ടു, ഭക്ഷണം കഴിച്ചു, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ 3rd ഫ്ലോറിൽ നിന്ന് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോകാൻ പോവാം. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് നമ്മുടെ കാറ് നിർത്തിയിരിക്കുന്നത് ബേസ്മെൻറ്റ് 2ലാണ്, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലല്ല, അതിൻ്റെ താഴെ ഒന്നുകൂടി താഴെ. നല്ല തിരക്കുള്ള സമയത്താണ് നമ്മൾ പോയത്. അപ്പം നിങ്ങൾക്ക് അവിടെ ഈ ബട്ടണിൽ, ലിഫ്റ്റിനകത്ത് കുറേ ബട്ടൺസ് ഉണ്ടാവുമല്ലോ, 0 1 2 3 4, 4 ഫ്ലോർ ആണെങ്കിൽ ബട്ടണിൽ -1 -2 എന്നീ 2 ബട്ടൺസ് കാണാം. -1 എന്താ? ബേസ്മെൻറ്റ് 1. -2 എന്താ? ബേസ്മെൻറ്റ് 2. അപ്പം നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്സിൽ റിലേറ്റ് ചെയ്ത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു ന്യൂ നമ്പേഴ്സ്. ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മാത്രമല്ല 8, 9, 10 ക്ലാസ്സുകളിലെ മാത്സ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ട്യൂഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ പാഠഭാഗത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ. വേറൊരു കാര്യം പറയാനുള്ളത്, മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമ്മളൊക്കെ പണ്ട് പഠിച്ചു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു.
അതായത് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്താൽ ഇതേപോലെയുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് ഒഴിവാക്കി വിടും. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിച്ചങ്ങ് എക്സാമിന് പോവും. പക്ഷേ നമ്മൾ പഠിച്ചതൊന്നും ആയിരിക്കില്ല ചോദിക്കുക. ഓക്കെ, അപ്പം കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു കുട്ടി പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ എങ്ങനെ ചോദ്യം വന്നാലും എഴുതാൻ പറ്റും. നിങ്ങൾ അവിടെ തളർന്നു പോകില്ല. അപ്പം ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അത് യൂട്യൂബിലൂടെയും കുറച്ച് ക്ലാസ്സസ് ചെയ്യുന്നതായിരിക്കും. ബാക്കി ക്ലാസ്സുകൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ട്യൂഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത് നോക്കാം. നീതു, ഹരി ആൻഡ് അൻവർ ആർ പ്ലേയിങ് എ കാർഡ് ഗെയിം. നീതും ഹരി അൻവറും ഒരു കാർഡ് ഗെയിം കളിക്കുക. നമ്മളൊക്കെ ഒഴിവുള്ള സമയങ്ങളിൽ കളിക്കാറില്ലേ, യൂനോ കാർഡൊക്കെ, അതുപോലുള്ളൊരു കാർഡ് ഗെയിമാണ്. ഇതിൻ്റെ പക്ഷേ റൂളൊക്കെ ഡിഫറെൻ്റാണ്. 50 കാർഡുകളുണ്ട് ടോട്ടൽ അവരെടുത്ത്. ആ കാർഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 മുതൽ 50 വരെയുള്ള നമ്പർ അല്ല, 1 മുതൽ 5 വരെയുള്ള 10 കാർഡുകളാണുള്ളത്. അതായത് കാർഡിൻ്റെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒരു കാർഡ് ഉണ്ടാവും 1, ഒരു കാർഡ് ഉണ്ടാവും 2, ഒരു കാർഡ് ഉണ്ടാവും 3, ഒരു കാർഡ് ഉണ്ടാവും 4, ഒരു കാർഡ് ഉണ്ടാവും 5. അപ്പോൾ ഈ 1ൻ്റെ 10 കാർഡുണ്ട്, 2ൻ്റെ 10 കാർഡുണ്ട്, 3ൻ്റെ 10 കാർഡുണ്ട്, 4ൻ്റെ 10 കാർഡുണ്ട്, 5ൻ്റെ 10 കാർഡുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കാർഡായടാ? 5 × 10 50 കാർഡായി. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു റൂളായി ഗെയിമിനുള്ളത്. ഈച്ച് പ്ലെയർ സ്റ്റാർട്ട് വിത്ത് എ ബ്ലാക്ക് 5. ഗെയിം തുടങ്ങുന്ന സമയത്ത് എല്ലാ പ്ലെയേഴ്സിൻ്റെ കയ്യിലും 5 ബ്ലാക്ക് കാർഡ് ഉണ്ടാവും. ഇവിടെ നമ്മുടെ പ്ലെയേഴ്സ് ആരൊക്കെയാണ്? നീതുവും അൻവറും ഹരിയും. നീതുവിൻ്റെ കയ്യിൽ 5 ബ്ലാക്ക് കാർഡ് ഉണ്ടാവും, അൻവറിൻ്റെ കയ്യിൽ 5 ബ്ലാക്ക് കാർഡ് ഉണ്ടാവും, ഹരീൻ്റെ കയ്യിലും 5 ബ്ലാക്ക് കാർഡ് ഉണ്ടാവും. ഇത്രയും കാര്യം പെർഫെക്റ്റ് ആണല്ലോ. ഇത്രയും കാര്യം പെർഫെക്റ്റ് ആണെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യും, ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയാം. ദി റിമൈനിങ് കാർഡ്സ് ആർ ഷഫിൾഡ് ആൻഡ് കെപ്റ്റ് സ്റ്റാക്ക്ഡ് ഇൻ ദി മിഡിൽ. ബാക്കിയുള്ള കാർഡുകൾ നമ്മളിങ്ങനെ ഷഫിൾ ചെയ്തിട്ട് സൈഡിലേക്ക് അവിടെ മാറ്റി വെച്ചു. ഫേസ് ഡൗൺവേർഡ് ആണ്. കാരണം എന്താ, നമ്മൾ പൊത്തി വെച്ചിട്ടില്ല, തിരിച്ച് വെച്ചിട്ടില്ലെങ്കിൽ അതിലുള്ള നമ്പറും കളറും ഒക്കെ കാണൂലേ, അതുകൊണ്ട് ഷഫിൾ ചെയ്തിട്ട് നേരെ തിരിച്ച് വെച്ചതാണ്. ഇനിയുള്ള പോയിൻ്റ് നോക്കണ്ടേ. നൗ ഈച്ച് ഡ്രോ എ കാർഡ് ഇൻ ടേൺ ഫ്രം ദി സ്റ്റാക്ക്. ഇഫ് ദി നമ്പർ ഇസ് ബ്ലാക്ക് ഇറ്റ് ഈസ് ആഡഡ്, ഇഫ് ഇറ്റ് ഈസ് റെഡ് ദി നമ്പർ ഈസ് സബ്സ്ട്രാക്റ്റഡ്. മലയാളം മീഡിയം കുട്ടികൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. 50 കാർഡുണ്ട്, ഓരോരുത്തരും 5 കാർഡ് 5 ബ്ലാക്ക് കാർഡ് അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, 3 ആളെടുത്തു. ബാക്കിയുള്ള കാർഡ് എന്ത് ചെയ്തു? ഷഫിൾ ചെയ്ത് ഡൗൺവേർഡ്സ് ആക്കി അവിടെ വെച്ചു, തിരിച്ചിട്ട് അവിടെ വെച്ചു. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 3 ആളും അതിൽ നിന്ന് ഒരു കാർഡ് എടുത്തു എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ കണ്ണ് കൂട്ടി ഒരു കാർഡ് എടുത്തു. ആ എടുക്കുന്ന കാർഡ് ബ്ലാക്ക് ആണെങ്കിൽ എനിക്ക് ഒരു പോയിൻ്റ് കൂടും. ഓക്കെ, ഇനി ഞാൻ കണ്ണ് പൂട്ടി എടുക്കുന്ന കാർഡ് റെഡ് ആണെങ്കിൽ എനിക്കൊരു പോയിൻ്റ് കുറയും. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. എൻ്റെ കയ്യിലിപ്പം എത്ര പോയിൻ്റ് ഉണ്ട്? 3 പ്ലെയേഴ്സിൻ്റെ കയ്യിലും എത്ര പോയിൻ്റ് ഉണ്ട്? 3 പ്ലെയേഴ്സിൻ്റെ കയ്യിലും 5 ബ്ലാക്ക് കാർഡ് ഉണ്ട്. അപ്പം 3 പ്ലെയേഴ്സിനും അറ്റ് പ്രസൻറ്റ് കളി തുടങ്ങുന്നതിന് മുൻപേ 5 പോയിൻ്റ് കയ്യിലുണ്ട്. ഇനി ഓരോ അവസ്ഥ, ഓരോ തോൽക്കോ ജയിക്കോ എന്നുള്ളതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമടാ? എന്തിനെ ആശ്രയിച്ചിരിക്കും? അവരെടുക്കുന്ന കാർഡിൻ്റെ കളറിനെ ആശ്രയിച്ചിരിക്കും. അവർ ബ്ലാക്ക് കാർഡ് എടുത്താൽ അവർക്കൊരു പോയിൻ്റ് കൂടും, അവർ റെഡ് കാർഡ് എടുത്താൽ അവർക്കൊരു പോയിൻ്റ് കുറയും. ഇത്രയും കാര്യം ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കളി തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട് ദ ഗെയിം. ആദ്യം നീതു 2 ബ്ലാക്ക് കാർഡ് എടുത്തു, അൻവർ 1 ബ്ലാക്ക് കാർഡ് എടുത്തു, ഹരി 3 റെഡ് കാർഡ് എടുത്തു. ഇത് കളർ നോക്കി എടുത്തതല്ല, അബദ്ധവശാൽ എടുത്തപ്പം ആ കളറായിപ്പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. നീതു 2 ബ്ലാക്ക് കാർഡ് എടുത്തു. 1 ബ്ലാക്ക് കാർഡ് ഡ്രോ ചെയ്യുന്ന സമയത്ത് 1 പോയിൻ്റ് കൂടെയല്ലേ ചെയ്യുക? അപ്പം നീതുവിന് ഓൾറെഡി 5 പോയിൻ്റ് ഉണ്ടല്ലോ. ഈ 5 പോയിൻ്റ് ഉണ്ടാവാൻ റീസൺ എന്താ? ഓൾറെഡി 5 കാർഡ് 3 പ്ലെയേഴ്സിനും കൊടുത്തിട്ടുണ്ട് ഗെയിം തുടങ്ങുന്നതിന് മുൻപേ. അപ്പോൾ നീതുവിനും അൻവറിൻ്റെ ഹരീൻ്റെ കയ്യിൽ 5 കാർഡ് ഉണ്ട്. നീതു എടുത്തത് 2 ബ്ലാക്ക് കാർഡാണ്. അപ്പോൾ 2 പോയിൻ്റ് കൂടി. നീതുവിൻ്റെ പോയിൻ്റ് എത്രയായി? 7 പോയിൻ്റായി. അൻവർ 1 ബ്ലാക്ക് കാർഡ് എടുത്തു, അൻവറിന് 1 പോയിൻ്റ് കൂടി, 6 പോയിൻ്റായി. പക്ഷേ ഹരിക്ക് ഇവിടെ ഭാഗ്യമല്ലായിരുന്നു. ഹരി അബദ്ധവശാൽ എടുത്തത് 3 റെഡ് കാർഡാണ്. റെഡ് കാർഡ് എടുക്കുമ്പം എന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 3 പോയിൻ്റ് കുറയും. ബ്ലാക്ക് കാർഡിന് 3 പോയിൻ്റ്, 3 ബ്ലാക്ക് കാർഡ് എടുത്താൽ 3 പോയിൻ്റ് കൂടും, 3 റെഡ് കാർഡ് എടുത്താൽ 3 പോയിൻ്റ് കുറയും. അപ്പം ഹരി എടുത്തത് 3 റെഡ് കാർഡാണ്. അപ്പം 3 പോയിൻ്റ് കുറഞ്ഞു. 5 - 2, 5 - 3 = 2.
ഫസ്റ്റ് റൗണ്ട് ഒരു ഗെയിം കളിച്ചതിന് ശേഷം ഉള്ള ബാക്കിയുള്ളൊരു പോയിൻ്റ് എത്രയാണ്? നീതു 7 പോയിൻറ്റുമായി മുന്നേറുന്നു. അൻവർ തൊട്ടു പുറകെ 6 പോയിൻറ്റുമായി ഇഞ്ചോടിഞ്ച്. അതിന് താഴെ ഹരി 2 പോയിൻറ്റുമായി. ഇനി ഒന്നുകൂടി ഇതേ സാധനം ട്രൈ ചെയ്യാൻ പോവാണേ. നീതു ഒരു കാർഡ് എടുത്തു. അൻവറിന് കോൺഫിഡൻസ് കുറച്ച് കൂടിപ്പോയി. കാരണം എന്താ, അൻവറിനൊരു വാശി നീതുവിനെയും തകർക്കണം എന്നല്ലേ. അപ്പം അൻവർ ഒറ്റയടിക്ക് 3 കാർഡങ്ങ് എടുത്തു. ഹരിയും 3 കാർഡ് എടുത്തു. കാരണം അവൻ എങ്ങനെയെങ്കിലും മുന്നിൽ കയറണം. ഇവരൊക്കെ കണ്ണും പൂട്ടിയാട്ടോ കാർഡെടുത്ത്. പക്ഷെ കയ്യിലെടുത്ത് തുറന്നു നോക്കിയപ്പോഴാണ് ഇവിടെ നീതു മാത്രമേ ബ്ലാക്ക് കാർഡ് എടുത്തിട്ടുള്ളൂ. അൻവറും ഹരിയും റെഡ് കാർഡ് എടുത്ത്. അപ്പോൾ എന്ത് സംഭവിക്കും? നീതുവിൻ്റെ പോയിൻ്റ് കൂടും. എത്ര ബ്ലാക്ക് കാർഡ് എടുത്ത നീതു? ഒരു റെഡ് ബ്ലാക്ക് കാർഡ്. അപ്പോൾ എത്ര പോയിൻ്റ് കൂടും? 1 പോയിൻ്റ്. ന്യൂ സ്കോർ ടേബിൾ നിങ്ങൾ നോക്കൂ. നീതുവിന് അറ്റ് പ്രസൻറ്റ് എത്ര പോയിൻ്റാണ് ഉള്ളത്? 7 പോയിൻ്റ്. ഇപ്പം എത്ര പോയിൻ്റായി? 8 പോയിൻ്റ്. കാരണം എന്താ? നീതു ഒരു ബ്ലാക്ക് കാർഡ് എടുത്തു. ഇനി നമ്മളെ അൻവർ എടുത്തത് ഏതായിപ്പോയി? റെഡ് കാർഡായിപ്പോയി. 3 റെഡ് കാർഡല്ലേ എടുത്തത്. സ്വാഭാവികമായിട്ടും 3 പോയിൻ്റ് കുറയല്ലേ ചെയ്യുക അവിടെ. അൻവറിന് എത്ര പോയിൻ്റ് അതിനുള്ളതാകെ? 6 പോയിൻ്റ്. 3 റെഡ് കാർഡ് എടുത്തു, 3 പോയിൻ്റ് കുറഞ്ഞു. ബാക്കി 3 പോയിൻ്റുള്ള അൻവറിന്. ഹരി, പാവം ഹരിക്ക് ആകെ 2 പോയിൻ്റ് ഉള്ളായിരുന്നു. 3 റെഡ് കാർഡ് എടുത്തു. ഓക്കെ, അപ്പം 3 കുറയണം അല്ലേ? ഹരിക്ക് ആകെ 2 പോയിൻ്റ് ഉള്ളൂ. പക്ഷേ പിന്നെ അവൻ എടുത്തത് 3 റെഡ് കാർഡാണ്. അപ്പം അവന് എത്രയായിരിക്കും ഹരീൻ്റെ സ്കോർ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഹരിക്ക് 2 പോയിൻ്റ് ഉണ്ട്. 3 ബ്ലാക്ക് കാർഡ് ആണെങ്കിൽ 2 + 3 = 5. ഇറ്റ്സ് ക്ലിയർ. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പറയാൻ പറ്റും. പക്ഷേ ഹരി എടുത്തത് 2 പോയിൻ്റ് വെച്ച് 3 റെഡ് കാർഡാണ്. അപ്പം 2ൽ നിന്നും 3 കുറയ്ക്കുക. നമ്മളത് പഠിച്ചിട്ടുണ്ടോ? 3ൽ നിന്നും 2 കുറയ്ക്കാൻ നമുക്കറിയാം 1. 2ഉം 3ഉം കൂട്ടം അറിയാം 5. പക്ഷേ 2ൽ നിന്നും 3 എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാം? ഓക്കെ, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ന്യൂ നമ്പേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ വീണ്ടും പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഡിവിജ്വൽ ട്യൂഷൻ താല്പര്യമുള്ളവർ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഹരിക്ക് 2 പോയിൻ്റാണ്, 3 കുറയ്ക്കേണ്ടത്. കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഇവിടെ ആരാണ് വലുത്? 3. ചെറുതാര? 2. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കാം. എന്താ പറയുക? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കാം. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കാം. ഇവിടെ വലുതാര? 3. ചെറുത് കുറയ്ക്കുക. 3 - 2 = 1. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. -1. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം സ്കോറാണ് കിട്ടിയത്. നമ്മുടെ ഹരീൻ്റെ സ്കോർ എത്രയായി? -1 നമുക്ക് കിട്ടി. ഇതാ പുതിയ സ്കോർ ടേബിൾ 83 -1. ഒരു 5 - 7 എത്രയാണ്? എല്ലാവരും ഒന്ന് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യും. 5 - 7 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, എന്നിട്ട് ബാക്കി കാണാം. കിട്ടിയോ? എങ്ങനെയാണ് ചെയ്യുക? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിനെ ചിഹ്നം ചേർക്കാം. വലുതെന്താ? 7. 7ന് 5 കുറച്ച് എത്രയാണ്? 2. വലുതിൻ്റെ ചിഹ്നം 7ൻ്റെ കൂടെയുള്ള സൈൻ ആരാ? -, = -2. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു 5 - 8 എത്ര? 8ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 3. 8ൻ്റെ സൈൻ എത്ര അവിടെ? -, therefore -3. ഇത്രയും ചെയ്യാൻ പഠിച്ചോ അല്ലേ? ഈ കാർഡ് ഗെയിം ഇനി ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് വേണ്ടത്. ഓക്കെ, ഇതേ രീതിയിൽ 3 കാർഡ് എടുക്കുന്നു. അപ്പം ഇത് ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാഹചര്യം. നമ്മൾ പറയില്ലേ മാത്സ് എന്തിനാ പഠിക്കുന്നതെന്നുള്ള. ഇപ്പം നിങ്ങൾ ഈ കാർഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഒരു റൂളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു നെഗറ്റീവ് നമ്പേഴ്സ്, ഇപ്പം നിങ്ങളുടെ ചെറിയ അനിയന്മാരൊക്കെ ഉണ്ടാവും 5ലും 6ലൊക്കെ പഠിക്കുന്നവർക്ക്, അവർക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. അവരുടെ കയ്യിൽ 2 കാർഡുണ്ട്, ബ്ലാക്ക് 2 പോയിൻ്റാണ്. അവർ 3 കാർഡ് റെഡ് എടുത്താൽ നിനക്ക് എത്ര പോയിൻ്റാന്ന് ചോദിച്ചാൽ അവർ പറയാം എനിക്ക് 0 പോയിൻ്റാന്നാ. കാരണം അവർക്ക് മൈനസിനെ പറ്റി അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം?
2 പോയിൻ്റ് ഉണ്ട്, അതിൽ നിന്ന് 3 പോയിൻ്റ് കുറച്ചാൽ നിനക്ക് 0 പോയിൻ്റ് അല്ല, നിനക്ക് -1 പോയിൻ്റ് ആണ് എന്നൊരു 8ാം ക്ലാസ്സിലെ ഈ ക്ലാസ് കാണുന്ന കുട്ടിക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഗെയിമിൽ ഈ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് നേരെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം 4 - 9 9 - 4 നിങ്ങൾക്ക് ചെയ്യും, നിങ്ങൾ മാത്രമല്ല 5ാം ക്ലാസ്സിലെ കുട്ടിയും ചെയ്യും. പക്ഷേ 4 - 9 എന്ന് പറഞ്ഞാൽ ഇവിടെ വലുതാരാ? 9. 9 നിന്ന് 4 പോയാൽ എത്രയാണ്? 5. ഇവിടെ 9ൻ്റെ സൈൻ എന്താ? 9ൻ്റെ തൊട്ടടുത്ത് ആരാള്? മൈനസ്. therefore -5. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തത് 14 - 29. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? 29 അല്ലേ വലുത്, 14 ചെറുതും. 29 നിന്ന് 14 കുറയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കുറച്ച് നോക്ക്, എത്ര ആൻസർ കിട്ടുക? 15. ഇവിടെ വലുത് 29 അല്ലേ, 29ൻ്റെ തൊട്ടടുത്ത് ആരാളുള്ളത്? -n അല്ലേ, -9 അല്ലേ, therefore -15. നിങ്ങൾ നോട്ട് എടുത്തിട്ട് ഇത് ചെയ്തു നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് മായ്ക്കുകയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 5 - 10. 5 - 10. 10 നിന്ന് 5 കുറയ്ക്കുക, വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, എത്രയാ? 5. വലുതിൻ്റെ കൂടെയുള്ള ചിഹ്നം ചേർക്കുക, -5. 3 ചെയ്തു കേട്ടോ നമ്മൾ. ഇനി ബാക്കിയുള്ളത് നാലാമത്തേതോ നോക്കാം. 25 - 65. 65 നിന്ന് 25 പോയാൽ എത്രയാടാ? 40. 25, 35, 45, 55, 65. 40 അല്ലേ? 25 + 40 അല്ലേ 60 എന്ന് പറയുന്നത്. അപ്പോൾ 65 നിന്ന് 25 പോയാൽ എത്രയാണ്? 40. ഇവിടെ ഏറ്റവും വലുതാരാ? 65. 65ൻ്റെ കൂടെയുള്ള സൈൻ ഏതാ? മൈനസ്. therefore -40 ആണ് ഇതിൻ്റെ ആൻസർ, നാലാമത്തതിൻ്റെ. ഇനി അഞ്ചാമത്തത് ചെയ്ത് നോക്ക്. നമ്മൾ 7ാം ക്ലാസ്സിൽ ഫ്രാക്ഷൻസ് എന്ന പാഠം അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന പാഠം നിങ്ങൾ പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ. അതിനകത്ത് ഭിന്നസംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുക? 1/2 3/4 കുറയ്ക്കണം. ഓക്കെ, നമ്മൾ ഇതെങ്ങനെ ചെയ്യും? 1/2 - 3/4. നമുക്ക് ഫ്രാക്ഷൻസ് പ്ലസ് ചെയ്യുമ്പോഴും മൈനസ് ചെയ്യുമ്പോഴും ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരേ ഛേദമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതായത് ഇവിടെ 1/4 - 3/4 എന്നാണെങ്കിൽ നമുക്ക് ഒന്നും നോക്കണ്ട, 1 - 3 - 2/4 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ഒരേ ഡിനോമിനേറ്റർ അല്ലല്ലോ, ഒരേ ഛേദമല്ലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ ഒരേ ഡിനോമിനേറ്റർ ആക്കാമെന്ന് നോക്കാം. ഈ 1/2നെ ഈ 2നെ 4 ആക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഈ 2നെ ഒരു × 2 ചെയ്താൽ പോരെ? 4 ആയില്ലേ? ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ന്യൂമറേറ്റർ മാത്രമോ ഡിനോമിനേറ്റർ മാത്രമോ മൾട്ടിപ്ലൈ ചെയ്യരുത്. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിലും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മുകളിലും നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈസ് ഈക്വൽ ടു 2/2 - 2/4 - 3/4. 2 നിന്ന് 3 പോയാൽ എത്രയാ? 2 - 3 എന്താ? 3 നിന്ന് 2 പോയാൽ എത്രയാ? വലുതെന്ന് ചെറുത് കുറയ്ക്കുക, 1. വലുതിൻ്റെ സൈൻ എത്രയാ? -1. അപ്പോൾ മുകളിൽ ന്യൂമറേറ്ററിൽ അംശത്തിൽ -1 /4. therefore ആൻസർ ഈസ് ഈക്വൽ ടു -1/4. അഞ്ചാമത്തതിൻ്റെ ആണേ. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ആറാമത്തതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിരുന്നില്ല, അത് നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പം ഇത്രയും പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനാണ്. എന്താണ് നോക്കാം. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് എന്താ പറയുക, ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാ ഈ പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. -4 + 9 ഒന്നാമത്തതാണേ. ഇതാ -4 + 9. ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ടോ? അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ പഠിച്ച രീതിയാണോ? ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചു നോക്ക്. -4നോട് 9, അതായത് നിങ്ങളുടെ കയ്യിൽ 4 രൂപ ഉണ്ടായിരുന്നു,
അത് നിങ്ങളോട് കളഞ്ഞുപോയി. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ 4 രൂപ കളഞ്ഞുപോയി, 9 രൂപ കിട്ടി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിക്കാം. അതിന് നേരത്തെ പറഞ്ഞ അതേ സംഭവം. ഇവിടെ വലുതാരാ? 9. ചെറുതാരാ? വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കാം, 5. വലുതിൻ്റെ ചിഹ്നം ചേർക്കുക, 9ൻ്റെ കൂടെ ഉള്ള ആരാ? +5. therefore 9 - 4 = 5. ഒന്നാമത്തത് ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തത്, നിങ്ങളുടെ കയ്യിൽ 9 രൂപ നഷ്ടപ്പെട്ടു പോയി, പക്ഷേ 4 രൂപ കിട്ടി. നമ്മൾ നേരത്തെ പഠിച്ച അതേ ചെയ്താൽ മതി. വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. വലുതെന്താ? 9. 9 നിന്ന് ചെറുത് കുറയ്ക്കുക, 9 നിന്ന് 4 പോയി എത്ര? 5. വലുതിൻ്റെ ചിഹ്നം ചേർക്കുക, വലുതിൻ്റെ കൂടെയുള്ള ചിഹ്നം ആരാ? -5. മൂന്നാമത്തതും നാലാമത്തതും അഞ്ചാമത്തും ആറാമത്തും നിങ്ങൾക്ക് അതേപോലെ ചെയ്യാൻ പറ്റും ഇല്ലേ? അഞ്ചാമത്തെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ -1/2 + 3/4 എന്ന് കാണാം. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരൊറ്റ മെത്തേഡ്, ഇതിനകത്ത് ഫ്രാക്ഷനിൽ ഏതാ വലുതെന്ന് ചെറുതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? 3/4 - 1/2 എന്നാക്കുക. ഓക്കെ, ആ രീതിയിൽ എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. 3/4 - 1/2 നമുക്ക് 3/4 - ഈ 2നെ 4 ആക്കാൻ എന്ത് ചെയ്യണം? × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. = 2/4 = 1/4. 3 - 2 എന്താടാ? 1/4. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ നിങ്ങൾ 1/2 - 3/4 ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസറും കിട്ടും. അപ്പോൾ നിങ്ങൾ ഏകദേശം ഈ ചാപ്റ്ററിൻ്റെ പകുതി മുക്കാലും പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു കഥയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു സിറ്റുവേഷനൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം. നിങ്ങളിങ്ങനെ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്ന് ചോദിക്കും, എടാ ഒരു 3 ഉറുപ്പ്യ തരുമോ? മുട്ടായി വാങ്ങാനാണ്, ഞങ്ങൾ 3 ആളുണ്ട്. അപ്പോൾ നിങ്ങൾ അവന് 3 രൂപ എടുത്ത് കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ പിന്നെയും വരികയാണ്, എടാ ഒരു 2 ഉറുപ്പ്യ തരുമോ? STക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പം ചില്ലറല്ല. നിങ്ങൾ അവന് 2 ഉറുപ്പ്യ എടുത്ത് കൊടുക്കും. അപ്പം നിങ്ങൾ വീട്ടിൽ ചെന്നു, നിങ്ങളുടെ അമ്മ ചോദിക്കുകയാണ്, ഇന്ന് എത്ര പൈസയാണ് കൊണ്ടുപോയത്, എന്തൊക്കെ നിങ്ങൾ വാങ്ങിച്ചു? അപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ ഫ്രണ്ടിന് മുട്ടായി വാങ്ങാൻ 3 രൂപ കൊടുത്തു, പിന്നെ STക്ക് അവൻ്റെ കയ്യിൽ ചില്ലറില്ലാത്തതുകൊണ്ട് ഞാൻ 2 രൂപയും കൊടുത്തു. അപ്പോൾ അമ്മ നിങ്ങളോട് ചോദിക്കും, എടാ അവനപ്പോൾ എത്ര രൂപ നീ കൊടുത്തു? എത്രയാണ് നിനക്ക് അവൻ നിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചത്? ആദ്യം നിൻ്റെയുള്ള പൈസയിൽ നിന്ന് എത്രയാണ് അവൻ കൊണ്ടുപോയതെന്നാണ് ചോദിച്ചു. ആദ്യം നീ ഒരു 3 രൂപ കൊടുത്തു, -3. പിന്നെ അവനൊരു 2 രൂപയോട് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ -3 - 2 എന്ന് പറഞ്ഞാൽ എന്താ? എത്ര രൂപ നിനക്ക് അപ്പം കുറവ് വന്നു നിൻ്റെ പേഴ്സിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. ഈ 2 മൈനസ് ആണെങ്കിൽ ഒരു മൈനസ് പുറത്തിടുക, എന്നിട്ട് 3 + 2 ആഡ് ചെയ്യുക. 3 + 2 എന്താ? 5. പുറത്തുള്ള ഈ മൈനസ് = -5. നിങ്ങൾക്ക് പറയാം അമ്മേനോട്, അമ്മേ എൻ്റെ കയ്യിൽ നിന്ന് -5 റുപ്പീസാണ് കുറവ് വന്നിട്ടുള്ളത്. അപ്പോൾ തന്ന പൈസയിൽ നിന്നും 3 രൂപ അവൻ മുട്ടായി വാങ്ങിക്കാൻ കൊണ്ടുപോയി, 2 രൂപ STയും വാങ്ങിക്കാൻ കൊണ്ടുപോയി. അപ്പം അമ്മ 30 രൂപയാണ് തന്നതെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക എത്രയാണ്? 25 രൂപ. കാരണം അവൻ നിങ്ങളുടെ ഫ്രണ്ട് -5 അല്ലെങ്കിൽ 5 രൂപ വാങ്ങിച്ചു. ഇനി നിങ്ങൾ പിറ്റേ ദിവസം സ്കൂളിൽ പോയി, അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ രാവിലെ ഒരു ശനിയാഴ്ച നിങ്ങൾ മീൻ പിടിക്കാൻ പോയി എല്ലാ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. രാവിലെ നിങ്ങൾ ഒരു എത്ര പൈസയായിട്ടുള്ളത്? ഒരു 30 രൂപയായിട്ട് ഇറങ്ങി. അപ്പോൾ അതിന് കുറേ ചില്ലറ പൈസയാണേ. നിങ്ങളൊരു 11 മണിയായപ്പം നിങ്ങൾ 5 ആൾക്കാർ 5 മുട്ടായി വാങ്ങിച്ചു. 5 ഉറുപ്പ്യ കുറഞ്ഞേ. അപ്പോൾ പേഴ്സിൽ നിന്ന് 5 ഉറുപ്പ്യ കുറഞ്ഞല്ലോ. പിന്നെ വൈകിട്ടായപ്പം 5 സിപ്പപ്പ്, 2 റുപ്യേൻ്റെ 5 സിപ്പപ്പം വാങ്ങിച്ചു. അപ്പോൾ 2 × 5 10 ഉറുപ്പ്യയും കുറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു വൈകുന്നേരം, നീ രാവിലെ 30 രൂപയും കൊണ്ടാണ് പോയത്, നിൻ്റെ എത്ര രൂപയാണ് കുറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? -5 - 10 അല്ലേ? 5ഉം പോയി 10ഉം പോയി. ഇനി ചെയ്യാൻ ഈ മൈനസ് അങ്ങ് പുറത്തിടുക, എന്നിട്ട് ഈ 5ഉം 10ഉം കൂടി ആഡ് ചെയ്യുക. 5 + 10, 5 + 10 എത്രയാടാ? 15. ഈ പുറത്തുള്ള 5 + 10 എന്ന് പറഞ്ഞാൽ 15ആണ്. ഈ പുറത്തുള്ള മൈനസ് കൂടി ഇടുക. അങ്ങനെ ആകുമ്പോൾ -15. നിങ്ങൾ എത്ര രൂപയാണ് രാവിലെ കൊണ്ടുപോയത്? 30 രൂപ. 30 നിന്ന് എത്ര
-15 ആണ്. 30 - 15 എന്താ? 15. 30 രൂപ കൊണ്ടുപോയപ്പം ബാക്കി എത്ര രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? 15 രൂപ. അപ്പം ഇതേ രീതിയിലുള്ള പ്രോബ്ലംസാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. -3 - 1 = -4, -7 - 8 ചെയ്ത് നോക്കുക. 8 - 12. 8 - 12 നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. 8 - 12 എന്താ? വലുത് ആരാ അവിടെ? 12. 12 നിന്ന് 8 പോവുക, എത്രയാടാ? 4. വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. 12ൻ്റെ കൂടെ ആരാ? മൈനസ്, അപ്പോൾ -4. ഇനി ഈ ഫ്രാക്ഷൻസിൻ്റെത് -1/2 - 1/4. അപ്പോൾ 2 മൈനസ് വരുമ്പോൾ എന്താ ചെയ്യുക? ഒരു മൈനസ് പുറത്തിടുക. 1/2 + 1/4. ഇതിനെ 2നെയും 4 ആക്കണം നമ്മൾ. അപ്പോൾ 2/4 + 1/4. മൈനസ് പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ എത്രയായി? 3/4. അപ്പോൾ -3/4. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പം ഈ വീഡിയോ നമ്മളൊരു ചാപ്റ്റർ ഫുൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ബൈസെക്ടർ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് അല്ലേ. -1 - 1 = -2. -4 + 9. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. 9 - 4 = 5. ഓക്കെ, വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. -5. അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലംസ് മുഴുവൻ സോൾവ് ചെയ്തിട്ട് ആൻസർ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ അവരും പഠിക്കട്ടെ, അവർക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മാത്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കുക, ആ അക്കൗണ്ടിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. സോ നമുക്ക് അടുത്ത പാഠഭാഗം നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.